ഇപ്പോൾ ഉരുത്തിരിയുന്ന പ്രതിസന്ധി കോൺഗ്രസും യു ഡി എഫും എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്ന്, അവിടെ സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച ഒരു തർക്കം എന്നുള്ളതിനപ്പുറത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു കുടുംബ സീറ്റ് പോലെ ഒരു ഫാമിലി പോക്കറ്റ് ബോറോ ആണ് നിലമ്പൂർ, നമുക്കറിയാം. പക്ഷേ ഇത്തവണ VS ജോയിയുടെ പേരാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് അക്കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുമോ? ഈ തരത്തിലുള്ള അൻവറും ആര്യാടനും തമ്മിലുള്ള പ്രശ്നം പ്രതിഫലിക്കുമോ? അൻവറിനെ കൂടി പരിഗണിച്ചൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വരുമോ എന്ന ഒരു പ്രശ്നം അവിടെ. ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു എന്ന കോൺഗ്രസ്സുകാരുടെ വിഷയം മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കണോ, അതോ അൻവർ പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതിയോ, അൻവർ വേറെ പാർട്ടി ഉണ്ടാക്കി വന്ന് പിന്തുണയ്ക്കണോ? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പോൾ പൊസിഷനിൽ നിൽക്കേണ്ട UDF തലവേദനയാവുകയാണ്. തീർച്ചയായും ശ്രീ അഭിലാഷ്, കോൺഗ്രസ് പാർട്ടി ഐഡിയലി ഒരു പോൾ പൊസിഷനിൽ നിൽക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം ഇനി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വരാനില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 2026 കേരളം നീങ്ങുന്നതിന് മുൻപ് അവസാന ബലപരീക്ഷ എന്ന നിലയിൽ രണ്ട് മുന്നണികൾക്കും, പ്രത്യേക BJPക്ക് വലിയ കാര്യമായ ഒരു സ്റ്റേക്ക് ഇല്ലാത്തൊരു മണ്ഡലം എന്ന നിലയിൽ UDF LDF മുന്നണികൾക്ക് നിർണായകമാകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെറിയ തോതിൽ ആശയക്കുഴപ്പത്തിലാണ്. കാരണം കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് എക്കാലത്തും ബുദ്ധിമുട്ടേറിയ അനുഭവം തന്നെയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ ആദ്യം സ്ഥാനാർത്ഥിയുമായി രംഗത്തിറങ്ങുകയും മെച്ചപ്പെട്ട നേട്ടം കൈവരിക്കാൻ സാധിക്കുകയും 4 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം LDFന്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാട്ടിയ മികവ് എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ചടുലതയാണ്. പക്ഷേ ഇവിടെ സങ്കീർണമായ വിഷയം എന്ന് പറയുന്നത്, ഒന്ന് PV അൻവർ ഫാക്ടറാണ്, 2 കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ഒരു പക്ഷേ ആര്യാടൻ ഫാക്ടർ. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും തമ്മിലുള്ള ഒരു 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 മാറ്റുരച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടി വരും കോൺഗ്രസിന്. ഒന്ന്, തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം പരിശോധിക്കണം. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കേണ്ട വിഷയമാണ്. നാളെ അൻവറുമായി നടത്തേണ്ടിയിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലം, മാർപ്പാപ്പയുടെ മരണവും ദുഃഖാചരണവും എല്ലാം കാരണം മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുകയാണ്. ഒരു കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഘടകകക്ഷിയാകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ വിലപേശൽ, അതിന് മുന്നിൽ പൂർണ്ണമായി പഞ്ചപുച്ഛമടക്കി നിന്നുകൊടുത്തില്ല എന്നത്, അത് പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഡിലേയിങ് ടാക്ടിക്സ് കോൺഗ്രസ് സമർത്ഥമായി പയറ്റുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇതൊരു സാമർഥ്യമാണ്. അതായത് PV അൻവറിന് മറ്റ് ഓപ്ഷൻസ് ഇല്ല. ഇടതുപക്ഷത്തേക്ക് ഇപ്പോൾ തിരിച്ചു കയറുന്നത് ആത്മഹത്യാപരമായിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനാണെങ്കിൽ PV അൻവറിന് ജയിച്ചു വരാവുന്നൊരു അന്തരീക്ഷം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ആരാണ് ജയിക്കുന്നത് എന്ന വിജയപരാജയങ്ങളെ തീരുമാനിക്കാനുള്ളൊരു ഫാക്ടറായി അൻവർ വന്നേക്കാം. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDFനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ മാറ്റ് തെളിയിക്കാൻ, നേരത്തെ അഭിലാഷ് പറഞ്ഞ 10 മാറ്റുണ്ട് തനിക്ക് എന്ന് തെളിയിക്കാനുള്ള അവസരം ഒക്കുമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ മുസ്ലിം ലീഗിന് കൂടി ഹോൾഡറുള്ള ഒരു സീറ്റ് കിട്ടുകയും അങ്ങനെ മുന്നണി പ്രവേശനം നടത്തുകയും, തൃണമൂൽ എന്ന രീതിയിൽ സാധിച്ചില്ല എങ്കിൽ ഒരു ലോക്കൽ കക്ഷി, കേരള കക്ഷി എന്ന നിലയിൽ വന്നാൽ പോലും ഒരു മന്ത്രിസ്ഥാനം വിലപേശി വാങ്ങാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അൻവറിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം അൻവറിനെ പിണക്കാതെ തന്നെ, സ്വന്തം പാർട്ടിയിൽ പടലപിണക്കമുണ്ടാകാതെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നു. അവിടെ ഒരു ഡിലേയിങ് ടാക്ടിക്സ് കോൺഗ്രസിന് ഇപ്പോൾ ആശ്വാസമായി വന്നിരിക്കുന്നു.